Good morning. Nobody. Good morning, sir. Ah, Good yes. morning. Good morning, sir. Yes, good morning. നമ്മുടെ ആളുകളാരും കാണാനില്ലല്ലോ. എല്ലാവരും ആഘോഷ പരിപാടിയിലായിരിക്കും. ക്ലാസ് ഇല്ലെന്ന് കരുതിയാവും സർ. അതെ, ഇന്ന് ഒരുപാട് പേര് ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട് ക്ലാസ് ഉണ്ടോന്ന്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടേ. യെസ്, എണ്ണം കുറവല്ലേ? മേ ബി ആയിരിക്കാം. ഓക്കെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരാളൊരു സംശയം ചോദിച്ചു നിർത്തിയായിരുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ആളുണ്ടാ ഒരു ഈസ് വെച്ച് വന്നപ്പോൾ സംശയം ചോദിച്ചില്ലേ? കേൾക്കുന്നില്ലേ പറയണത്? കഴിഞ്ഞ ക്ലാസ്സിലെ ഒരാളൊരു സംശയം ചോദിച്ചില്ലേ? ഈസ് വെച്ച് വന്നു കഴിയുമ്പോ എന്താ പിന്നെ വന്നൊരു സംശയം ചോദിച്ചില്ലേ? ആരാ ചോദിച്ചെന്നറിയില്ല. ആരാണ് ചോദിച്ചത്? ഷിയാണോ? അല്ല, ഞാനല്ല. ആരാണോ ചോദിച്ചതെന്നറിയില്ല. ശരി. അല്ല, ഞാൻ ചോദിച്ചാൽ ഇപ്പിട്ടെങ്കിൽ അത് പറയാല്ലാന്ന് ചോദിച്ചത്. അപ്പൊ ലാസ്റ്റ് സമയം കഴിയാതെ നേരത്തെ ചോദിച്ചത്. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് പറയില്ല നമ്മൾ പറഞ്ഞു നിർത്തിയത്. പാസീവ് വോയിസ് ഫോം ഓഫ് സിമ്പിൾ പ്രസന്റ്. അപ്പൊ അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു. ഡസ്റ്റും ഡൂ ഒക്കെ ആദ്യം വന്നു കഴിഞ്ഞ സമയത്ത് മാത്രം ചെറിയൊരു പ്രോബ്ലം പറ്റിയുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരുന്നത്. അപ്പോ സിമ്പിൾ പ്രസന്റിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, സിമ്പിൾ പാസ്റ്റിലേക്ക് പോകാം. അപ്പൊ അതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോറി ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആർ യു റെഡി? You are keeping silence. Sir, I am not ready. Lucy is not ready. Okay. ഹോസ്പിറ്റൽ കേസുകളുണ്ടായിരുന്നു സാർ, അതുകൊണ്ട് എനിക്ക് അത് എഴുതാൻ സാധിച്ചില്ല. ഇനി അടുത്തത് who is ready? അങ്ങനെ who is ready? ഒരാളെങ്കിലും നിങ്ങൾ റെഡിയാണെന്ന് അറിയാം. ആരെങ്കിലും ആദ്യം പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പറഞ്ഞിരിക്കുകയെന്ന് അറിയാം. യെസ്, who is ready? സാർ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്തോണ്ട് വന്നാൽ മതിയോ? Okay. You will be given the chance next class. ഞാനാണ് ആരുമില്ല. എന്റെ മക്കളെ നിങ്ങൾ മിണ്ടാതിരിക്കേണ്ടത് പ്രതികരിക്ക്, റിയാക്ട് ചെയ്യും. Who is ready to tell something about your favorite film? നിങ്ങൾ കണ്ട സിനിമയെ കുറിച്ച് പറയാനായിട്ട് who is ready? ആരുമില്ല.
മോശപ്പെട്ട ആരെങ്കിലും ഒരാള്. അപ്പൊ എനിക്ക് പറയല്ല, ഞാൻ പറഞ്ഞിട്ട് അവര് അത് ചെവിക്കൊണ്ട് ഒരാളെങ്കിലും പറഞ്ഞത് എനിക്ക് പറയല്ല. യെസ്, ചിരിച്ചോണ്ട് നിൽക്കാണ്ട് പറയും ആരെങ്കിലും. ആരും പറയുന്നില്ല. ധൈര്യമായിട്ട് പറയൂ, ഐ ആം റെഡി. Who is ready? Who is ready? First call. സാർ ആരും എഴുതി കാണില്ലായിരിക്കും, അതായിരിക്കും. അല്ലാതെ പറയട്ടെ, അതും പറയുന്നില്ലല്ലോ. എഴുതിയിട്ടില്ല, പക്ഷേ നമുക്ക് എങ്ങനെങ്കിലൊക്കെ ശ്രമിച്ചു നോക്കാം, പറയാൻ ശ്രമിക്കാം. അല്ല അത് മതി, അത് മതി. എഴുതണമെന്നൊന്നും വേണ്ട, മനസ്സിലുണ്ടായാൽ മതി. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ മനസ്സിലാകുന്ന റെഡിയാക്കി വെക്കാനല്ലേ പറഞ്ഞോളൂ, അല്ലാതെ എഴുതൊന്നും വേണ്ട, എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ സർ, ഐ വിൽ ട്രൈ. ഞാൻ അത്ര ഫ്ലുവന്റ് ഒന്നും അല്ല ഇംഗ്ലീഷിൽ കേട്ടോ, അതേ പറയുകയാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആദ്യം ഉള്ളൂ. The last day I watched a movie, Aadu Jeevitham. Yes. It's my favorite movie. Yes. The movie based on a real incident. Okay. It's a survival drama. Okay. It's a survival drama film. It's written and directed by is this story written by Benjamin, but this movie directed by Blessy. Okay. ശരിയാണ്, പറഞ്ഞതൊക്കെ കറക്റ്റാണ്. പിന്നെ എന്താ പറയാ, this movie shooting at Jordan. Yes, Jordan. This movie located to shooting at Jordan. Okay. The movie casting is main casting is Prithviraj Sukumaran and Amala Paul. Hakiminde Gogul. Yes, Gogul. The main character of the film is Najib and Sainu and Hakim at the Arbab. എന്താ പറയാ, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. പറഞ്ഞോ, വൈകിട്ട് പറഞ്ഞു. ഇനിയും എന്താ മനസ്സിലുള്ളത്? This is very heart-touching movie. Very good. Everyone, to everyone, it's a heart-touching movie because everyone not expected that എന്താ പറയാ, that's kind of job. Okay. What do you feel about the climax of the film? I really I'm upset because I thought when Hakim, where is he is now? Everyone tell about Najib. Okay. He is a survivor, but Hakim also a survivor. Okay. But not എന്താ പറയാ, അദ്ദേഹത്തെ ഇപ്പൊ ആരും കാണുന്നില്ലല്ലോ. നജീബിനെ എല്ലാവരും പറയുന്നു. അപ്പൊ ഇത് പറഞ്ഞപ്പോ മനസ്സിലായി, എത്രമാത്രം മനസ്സിലായ സ്റ്റോറി ഉണ്ട്. കാരണം ഇത് പറയാതിരിക്കാൻ പറ്റണില്ല. യെസ്, ഹൗ യു വർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ് സ്റ്റോറി?
Okay. Very good. Shia, very good. Thank you. Okay. അതിന്റെ ഷിയക്കുള്ള കൺഗ്രാജുലേഷൻ അഭിനന്ദനമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഷിയ ഒന്നും എഴുതി വെച്ചിട്ടില്ല, എന്നാലും മനസ്സിലുള്ളൊരു സിനിമ കണ്ടതിന്റെ അനുഭവം പറഞ്ഞു. നിങ്ങൾ ആരും എഴുതി വെക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ മനസ്സിലുള്ളത് പറഞ്ഞാൽ മതി. പിന്നെ അത് നടക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോഴൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. അതൊന്ന് ചിന്തിച്ച് വെച്ചോ എന്ന് പറഞ്ഞത് മാത്രമേ. പെട്ടെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി 1-2 വാചകങ്ങളൊക്കെ മനസ്സിലൊന്ന് കരുതി വെക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. മനസ്സിൽ കരുതി വെക്കും. സ്ക്വീസ് നെസ്റ്റ് ആരാണ് എടുത്തത്? ഷിയയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരാണ് എടുത്തു വരുന്നത്? സ്ക്വീസ് നെസ്റ്റ്. നിങ്ങളൊക്കെ പറയില്ലേ ഭാവിയിൽ ചിലപ്പം സിനിമ നിരൂപകരൊക്കെ ആയിട്ട് മാറും, സിനിമയൊക്കെ നന്നായിട്ട് വിലയിരുത്താൻ കഴിവുള്ള ആളുകളൊക്കെ ആയിട്ട് മാറും. ഞാനൊരു ഇൻസിഡന്റ് പറയാം. ഇൻസിഡന്റ് ആണ്. ഞാനൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് TV ഇല്ല, റേഡിയോ ഉള്ള സമയത്താണ്. റേഡിയോയിൽ ഒരു നാടകം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അതിനോട് ആ നാടകത്തിന്റെ ഇതിനോട് ഒരു എതിർപ്പ് തോന്നി. ഞാനപ്പോ ഒരു പേജ് എടുത്തിട്ട് സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരു കത്ത് എഴുതി. ഇങ്ങനെയാണ് ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്റെ മനസ്സിലുള്ള ഇതൊക്കെ മുഴുവൻ പുള്ളിക്ക് ചുമ്മാ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതി. ഒരാഴ്ച കഴിഞ്ഞപ്പോ അവിടെ ഒരു കത്ത് വന്നേക്കാണ്. ആ കത്ത് പൊട്ടിച്ച് വായിച്ച് കഴിയുമ്പോൾ അത്ഭുതപ്പെട്ടു. നിങ്ങള് റേഡിയോയുടെ വളരെ നല്ലൊരു ശ്രോതാവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനിയുള്ള ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർ ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ചാർട്ട് നമുക്ക് അയച്ചു തരും. ആ ചാർട്ട് നോക്കിയിട്ട് അതിനകത്ത് നല്ലത് മോശം കുറച്ചുകൂടി നന്നാക്കാം എന്നുള്ളതൊക്കെ ടിക്ക് ചെയ്ത് മടക്കത്തെ പോലെ അതൊന്നും നമുക്ക് സ്റ്റാമ്പ് പൊട്ടിക്കണ്ട, കവറൊക്കെ അകത്തുണ്ട് നിങ്ങളുടെ അയച്ചിരുന്നത് മതി. അപ്പോ വെറുതെ ഒരു നാടകം കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം എഴുതി അയക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറെ വർഷങ്ങളോളം അത് കൃത്യമായിട്ട് വരുമായിരുന്നു. അവരുടെ എന്തെങ്കിലും പ്രോഗ്രാമിന് ടൈം മാറ്റുമ്പോൾ അവര് ചോദിക്കും ഇന്ന സമയത്ത് നിന്ന് ആ പ്രോഗ്രാം ഇന്ന സമയത്തോട്ട് മാറ്റുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അപ്പൊ ഞാനത് പറയാൻ കാരണം എനിക്കുണ്ടായ പ്രശ്നങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞു. മക്കളെ ആരെങ്കിലും വേണം പോകാം. ആരുമില്ല. മീൻസ് അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ റെഡിയാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പറയാനായിട്ടുള്ളവര് കുറെ പേര് അവധിയായിരിക്കും, അതായിരിക്കും പറ്റിയത്. സാധാരണ 6 AM ചാടി വീണ് പറയാനുള്ളതാണ്. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പാസീവ് വോയിസ് കൊണ്ട് തന്നെ മടങ്ങി വരാം. ഓക്കെ. എന്താണ് പറയാൻ പോകുന്നുണ്ട്? വേറൊരു മൂവിന്റെ അത് പറഞ്ഞോട്ടെ. The movie Black is 2005. Okay. The movie produced by Sanjay Leela Bhansali. Okay. That this is also a heart-touching movie because the blind girl. Okay. Blind മാത്രല്ല, ഈ ചെവി കേൾക്കാത്തവർക്ക് എന്താ പറയാ? Deaf. Deaf. Okay. The blind and deaf girl. The lead role acting Amitabh Bachchan and Rani Mukherjee. Okay. And Aisha Kapoor, Shahnaz Patel and Dhriman Chetri. Okay. This is This film narrates the story of Michelle. Michelle, she is a deaf and blind woman. And the story is telling about the blind and deaf woman and her relationship with her teacher Debraj. Yes. The Debraj is his teacher.
His teacher Debraj is elderly, a alcoholic teacher. Okay. ആലോചിച്ചോക്കട്ടെ എന്റെ മൂവിയിലുള്ള. The story, the film story written by Sanjay Leela Bhansali, and Okay. he also the director of the movie. Yes. This movie based on the story of my life by Helen Keller. Yes. ഞാൻ ആ ചോദ്യം ചോദിക്കാൻ പോയതാണ്. ഹെലൻ കെല്ലർ അറിയുമോ? Helen Keller. The based on the story, the story of my life, Helen Keller. അത്രയൊക്കെ തന്നെ. ഹെലൻ കെല്ലറിന്റെ ജീവിതത്തില് മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ട്. ആ ടീച്ചറിന്റെ പേര് അറിയുമോ? എനിക്ക് അറിഞ്ഞിരുന്നു, കാരണം +2 ഹിന്ദി സബ്ജക്ട് എടുക്കുമ്പോ അതിൽ പഠിക്കാനുണ്ടായിരുന്നു. ഹെലൻ കെല്ലറിനെ ലോകം പരിചയപ്പെടുത്തി കൊടുത്ത ടീച്ചറാണ്. ആ ടീച്ചറിലൂടെയാണ് ഹെലൻ കെല്ലർ ലോകം എന്താണെന്ന് അറിഞ്ഞതെന്നാണ് പറയുന്നത്. ആനീസ് ലൂയിൽ എന്നാണ് ആ ടീച്ചറിന്റെ പേര്. ടീച്ചർ വന്നുകൊണ്ടാണ് ലോകത്ത് ഹെലൻ കെല്ലർ അറിയപ്പെട്ടതെന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത്. അന്ധയായ ഒരു പെൺകുട്ടി ലോകത്ത് അറിയപ്പെടുമായിരുന്നില്ല. അക്ഷരങ്ങള് ടീച്ചർക്ക് ഹെലൻ കെല്ലർ പറഞ്ഞു കൊടുക്കുന്നത് കൈ നിവർത്തി ഇങ്ങനെ വെച്ചിട്ട് കയ്യിൽ എഴുതി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഹെലൻ കെല്ലർ അക്ഷരങ്ങൾ പഠിച്ചതെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതിന്റെ വേറെ പ്രത്യേകതയുണ്ട്. ജീവിതത്തില് എന്തെങ്കിലും ഒരു കഴിവ് കുറവുണ്ടെങ്കിൽ അവർക്ക് വേറൊരു കഴിവ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ. മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കീഴ് എവിടെ വീട്? വേർ ഈസ് യുവർ ഹൗസ്? വേർ ഈസ് യുവർ ഹൗസ്? മൈ ഹോം പാലക്കാട്. പാലക്കാട്. ഇവിടെ ആലുവയില് ഒരു അന്ധവിദ്യാലയമുണ്ട്. അപ്പൊ അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ പാട്ട് പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു. കാരണം അത്രയ്ക്കും വലിയ കഴിവാണ് അവർക്ക്. അപ്പോ കണ്ണു കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കഴിവ് കുറവ് അവർക്ക് വന്നിട്ട് വേറെ ദൈവം അവർക്ക് ഈശ്വരനെ കുറച്ച് കഴിവ് കൂടുതൽ. ഓക്കെ. അപ്പോ ഷിയ, വൺസ് മോർ ഐ ഗിവ് യു ദ കൺഗ്രാറ്റുലേഷൻ. ആ ഒരു ഡെഡിക്കേഷൻ. ഓക്കെ 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 ഓക്കെ. അപ്പോ ഇനി മറ്റുള്ളവര് നശ്വ കൺഗ്രാറ്റുലേഷൻ മാത്രം കൊടുത്താൽ പോരാ. പറയൂ നശ്വ. Are you ready? Not ready, sir. Not ready. Okay. I will try a little bit. Okay. Next time you will be given the chance. Okay. എനിക്കൊന്നും വേണ്ടത് നിങ്ങൾ മനസ്സിൽ നിന്നാണ് പറഞ്ഞാൽ മതി. ഇതിന് തോന്നുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ആരെങ്കിലും അപ്പോ ഇനി ആരും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോ ഒരു പക്ഷേ 11:30 ആരെങ്കിലും വരുമാനിക്കുന്നു വിചാരിക്കും അല്ലേ? അപ്പോഴേക്ക് റെഡിയായിട്ട് വരാൻ വേണ്ടി ഇരിക്കുകയും അപ്പൊ നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാൻ നേരത്ത്. അപ്പൊ നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരും. അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് ക്ലാസ്സിൽ വെഡ്നെസ്ഡേ നമുക്ക് തുടരാം. അപ്പൊ അന്ന് വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് റെഡിയാക്കുക. ഷിയ ഒരു വേറെ സിനിമയും കൂടി നോക്കാം. നല്ലൊരു സിനിമ, ക്ലിയർ ആയിട്ട്. ഓക്കെ. വേറെ സിനിമ തന്നെ വേണമെന്നില്ല. ദ ബുക്ക് ദാറ്റ് യു ഹാവ് റെഡ്, വായിച്ച പുസ്തകമായാലും കുഴപ്പമൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു ഇൻസിഡന്റ് നിങ്ങൾ പറയാം പൊതുവായിട്ട്. അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞാൽ മതി. അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് പ്രാവശ്യം വരുമ്പോൾ കുറച്ച് ഡിബേറ്റ് പോലെ കുറച്ച് പോയിന്റ് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കുറച്ചുകൂടി അനുകൂലമായിട്ടും പറയാം, കുറച്ചുകൂടി പ്രതികൂലമായിട്ടും പറയാം. അങ്ങനെ അത് എടുത്തോ, സ്വന്തമായിട്ട് വിഷയം കണ്ടുപിടിച്ചോ. ഈ ഞാൻ വിഷയം പറയും. ഞാൻ പറയുന്നത് എന്റെ സ്റ്റൈലായി പോകും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു ടോപ്പിക് ഇട്ട് തന്നാ മതിയെന്ന്, അല്ലാതെ നമ്മൾ ഞാൻ എക്സാമ്പിൾ ഡൗറി എന്ന് പറയുന്നു. ഡൗറി എന്ന് പറയുമ്പോൾ സ്ത്രീധനം അത് വേണമോ വേണ്ടയോ ഒരു വിഷയമാണത്. അപ്പൊ നമ്മൾ പറയും സ്ത്രീയാണ് തന്നെ പറയും. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്.
അപ്പോ കുറച്ച് ആൾക്കാർ ഒരു വിഷയം വേണമെന്ന് പറയും. ആ വേണമെന്ന് പറയുമ്പോൾ ആ വേണമെന്ന് പറയുന്നതിന് അത് കുറെ കാരണങ്ങൾ പറയും. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് വേണ്ട എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ. അപ്പോ വേണമെന്നായാലും വേണ്ടതായാലും പറഞ്ഞു. പക്ഷെ അത് പറയുമ്പോൾ അതിന് നിങ്ങൾ പറയുമ്പോൾ വളരെയധികം സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള 2-3 പോയിന്റ് കൂടി കണ്ടുപിടിക്കും. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാനിത് വേണമെന്ന് പറയുന്നത്. അതൊരു വിഷയം. ഇനി അടുത്ത വേറൊരു സബ്ജക്റ്റും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം ക്ലാസ്സിലൊരു കുട്ടിയെ കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞാൽ 10-ാം ക്ലാസ് വരെ അവൻ ജയിച്ചിരിക്കും. അവനൊന്നും പഠിച്ചില്ലെങ്കിലും 10-ാം ക്ലാസ് വരെ ജയിക്കും. പക്ഷെ ഇപ്പോ അത് 8-ാം ക്ലാസ്സിൽ ഇപ്രാവശ്യം മാറ്റിയിരിക്കുകയാണ്. കാരണം മിനിമം മാർക്ക് വേണം. മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ പാസ്സാക്കാൻ പറ്റുകയുള്ളൂ. 8, 9, 10 ഒരുമിച്ച് കൊണ്ടുവരാനായിരുന്നു സർക്കാർ തീരുമാനം. പക്ഷെ അത് 8-ാം ക്ലാസ്സിൽ മാത്രമായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. ഞങ്ങളൊക്കെ SSLC പഠിക്കുമ്പോൾ അന്ന് 600-ലാണ് പരീക്ഷ. ലാംഗ്വേജിന് 90 മാർക്കും സബ്ജക്റ്റിന് 120 മാർക്കും മിനിമം കിട്ടണം. അത് 100 കിട്ടിയാൽ കുഴപ്പമില്ല. ലാംഗ്വേജിന് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഇത് 3 കൂടി 90 മാർക്ക്, ബാക്കിയുള്ള സബ്ജക്റ്റിന് 120. അങ്ങനെ മിനിമം 210 മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ പാസ്സാക്കുള്ളൂ. 210-ലും കുറവാണ് SSLC പാസ്സാക്കുമായിരുന്നില്ല അന്ന്. ഇപ്പോ അന്ന് പിന്നെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ ആ ക്രമത്തിലാണ് ഉണ്ടായിരുന്നത്. A+, ഫുൾ A+ ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഈ 8-ാം ക്ലാസ്സിൽ അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ ജയിച്ചൊരു ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ ആ ക്ലാസ്സിൽ തോറ്റ കുട്ടികളുണ്ടാവും, മാർക്ക് കുറവിന്റെ പേര്. അപ്പൊ ചോദ്യം ഇതാണ്, നിങ്ങൾ ഓൾ പാസ് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പാസ്സാക്കി വിടണം എന്നുള്ളതിനോട് അനുകൂലിക്കുന്നുവോ, പഠിച്ചില്ലെങ്കിൽ പാസ്സാക്കണ്ട എന്ന് പറയുന്നതിനോട് അനുകൂലിക്കുന്നുവോ? പഠിച്ചാൽ പാസ്സായാൽ മതി, പഠിച്ചില്ലെങ്കിൽ പാസ്സാവാതെ തോറ്റുകൾ എടുക്കട്ടെ എന്നുള്ളതിനെ അനുകൂലിക്കുന്നുവോ? പാസ്സാക്കി പഠിച്ചില്ലെങ്കിലും അവന്റെ കുട്ടിയുടെ മാനസിക സമ്മർദ്ദം കുറക്കണം, എന്റെ പേര് അവനെ പാസ്സാക്കി വിടണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? 2 അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ആ 2 അഭിപ്രായങ്ങൾ ചിന്തിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ചൊക്കെ അപ്പൊ 2 വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൽ ഏത് വിഷയം വേണം എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെലക്ട് ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് ആണ്. അപ്പോ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പഴയതിന് ഒരെണ്ണം മാത്രം ചെയ്യിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ സിമ്പിൾ പാസ്വേഡ് പോകാം. ഓക്കെ, ഒരെണ്ണം. അപ്പൊ ഞാനത് പറയുന്നതിന് മുമ്പ് ഒന്നും കൂടി റിമൈൻഡ് ചെയ്യണം. ആദ്യം സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ ഓബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇതാണ് നിയമം. ഒബ്ജക്റ്റ് ആദ്യം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിന്റെ റൂള് നമ്മൾ പറഞ്ഞത്. അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിദ്യാർത്ഥി കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഓക്കെ, ചോദ്യം ഇതാണ്, he washes, WASHES, he washes my car. He washes my car. അവൻ എന്റെ കാറ് കഴുകാറുണ്ട്. He washes my car. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുക, വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. He washes my car.
യെസ്, ഇതാരും എഴുതാതെ മറന്നുപോയാ? My car is washed by him. ഓക്കെ, ബൈ Him. ഓക്കെ ഓക്കെ. അടുത്ത ആള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെട്ടെന്ന് എഴുതിയാന്നുള്ളത് ആഘോഷങ്ങളുടെ മൂഡിലായിരിക്കും അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഞാനൊന്ന് പറയാം. ഹി വാഷസ് മൈ കാർ. അവൻ എന്റെ കാറ് വാഷ് ചെയ്യാറുണ്ട്. എന്ത് വാഷ് ചെയ്യാറുണ്ട്? മൈ കാർ. അപ്പൊ അത് നമ്മൾ ഓബ്ജക്റ്റ് ആയിട്ട് എഴുതി മൈ കാർ. ഇനി ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആണ്. അപ്പൊ ഇത് വരും ഈസ്. ഒരു കാറിനുള്ളൂ മൈ കാർ ഈസ്. വാഷ് എന്നുള്ളതിന്റെ ഫസ്റ്റ് വേർഡ്. ഓക്കെ, ചെയ്യാം. മൈ കാർ ഈസ് വാഷ്ഡ്. വാഷ് എന്നുള്ളതിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ വാഷ്ഡ്. മൈ കാർ ഈസ് വാഷ്ഡ് ബൈ ഹിം. ഓക്കെ 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 ഓക്കെ. യുവർ ആൻസർ ഈസ് റൈറ്റ്. അപ്പോ ഇതറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ അടുത്തോട്ട് പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഒരെണ്ണം റിവൈൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത ഹെഡിങ് ഏതിന്? പാസീവ് വോയിസ് ഓഫ്. പാസീവ് വോയിസ് ഓഫ് PASSIV. പാസീവ് വോയിസ് VOICE. വോയിസ് ഓഫ്. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ SIMPLE. സിമ്പിൾ past PAST. past. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു വാചകം, ആ വാചകത്തിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. ഇത് നമ്മൾ വാചകം ഒന്ന് മാറ്റുകയാണ്. സിമ്പിൾ പ്രസന്റിൽ നിന്ന് അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റും. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റിനെ പറഞ്ഞു, ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, വെർബിന്റെ പാസീവ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. പക്ഷേ സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നതിനുള്ള വ്യത്യാസമില്ലാതെ ഓബ്ജക്റ്റിനെ എഴുതുന്നു. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്നുള്ളത് മാറ്റണം. പകരം വേറെ രണ്ട് വാക്കുകളാണ് ചേർക്കണം. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് ഏത് സെന്റൻസിനെയും പാസീവ് വോയിസിലോട്ട് നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് ഏതാണെന്ന് അറിയും. തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ്. ആ ടെൻസ് അറിഞ്ഞിട്ട് വേണം നമുക്കത് പൂരിപ്പിക്കാനായിട്ട്. യെസ്, ഓക്കെ. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഞാൻ വേറൊരു വാചകം, നേരത്തെ പറഞ്ഞ വാചകം ഞാനൊന്ന് മാറ്റിയപ്പോ ഹി വാഷസ് മൈ കാർ എന്നുള്ളത് ഹി വാഷ്ഡ് മൈ കാർ എന്നാക്കി. WASHED. ഹി വാഷ്ഡ് മൈ കാർ എന്ന് ഞാൻ പറയുന്നു വിചാരിക്കും. ഹി വാഷ്ഡ് മൈ കാർ. അപ്പൊ നമ്മൾ നോക്കിയേ, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. എങ്ങനെ മനസ്സിലായി? ഹി സബ്ജക്റ്റ് ആണ്. വാഷ് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാഷ്ഡ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വന്നിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് കണ്ടുപിടിക്കാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള ഈ വാചകത്തിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു. എന്താണ് ഇതിനകത്ത് ഓബ്ജക്റ്റ്? മൈ കാർ. അത് എഴുതി മൈ കാർ. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ. ഈ സാമാർ ചേർക്കരുത്. വാസ് ഓർ വേർ. വാസ് അല്ലെങ്കിൽ വേർ ചേർക്കുക. വാസ് അല്ലെങ്കിൽ വേർ. വാസ് അല്ലെങ്കിൽ വേർ ചേർത്തതിന് ശേഷം പിന്നെ വെർബിന്റെ പാസീവ് പാർട്ടിസിപ്പിൾ. ബാക്കിയുള്ള നിയമങ്ങളൊക്കെ വഴിയുന്ന പോലെയൊക്കെ തന്നെ, വ്യത്യാസമില്ല. അപ്പോ സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ ഈ സാമാനിന് പകരം വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കണം. ഇത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഹി വാഷ്ഡ് മൈ കാർ എന്നുള്ളത് മൈ കാർ ഓബ്ജക്റ്റ്. മൈ കാറിന്റെ കൂടെ വാസ് വരും, വേറെ വരും, വാസ് വരും. ഒരു കാറിന്റെ ഉള്ളു വാസ്. മൈ കാർ വാസ് വാഷ്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിളും വാഷ്ഡ് തന്നെയാണ്. പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ്.
അപ്പൊ നമുക്ക് വാസ് കഴിഞ്ഞതിന് ശേഷം എഴുതുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബാണ്. അപ്പൊ മൈ കാർ വാസ് വാഷ്ഡ് ബൈ ഹിം. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ശരിയാ. മൈ കാർ വാസ് വാഷ്ഡ് ബൈ ഹിം. ഓക്കെ 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 ഓക്കെ. അപ്പൊ നേരത്തെ എഴുതി നിർത്തിയതിന്റെ അടിയിൽ എഴുതിക്കോ. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫസ്റ്റ് എഴുതില്ല, അതിന്റെ അടിയിൽ എഴുതിക്കോ. അതിന്റെ ഇടയിൽ എഴുതുക ഒബ്ജക്റ്റ് പ്ലസ് OBJECT. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ. വാസ് സ്ലാഷ് വേർ. വാസ് അല്ലെങ്കിൽ വേർ. വാസ് ഓർ വേർ പ്ലസ് വെർബ് വി. വെർബ് എന്നിട്ട് ബ്രാക്കറ്റിൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ചുരുക്കം പേര് PP. സബ്ജക്ട് ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബിന്റെ ബ്രാക്കറ്റിൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു വാചകം പറയാം, നിങ്ങളത് ഒന്ന് പാസീവ് വോയിസിലോട്ട് മാറ്റി പറയട്ടെ. യെസ്, എഴുതിക്കോ. ഒന്നാമത്തെ വാചകം മാക്ബത്ത്, MACBETH. മാക്ബത്ത് MACBETH. മാക്ബത്ത് killed, KILLED. killed. Macbeth killed Duncan, decapitated, DUNCA. Macbeth killed Duncan. Macbeth Duncane കൊന്നു. ഓക്കെ, ഇത് Duncan was killed by Macbeth. yes. ഷിയാദുടി പറയാം. Macbeth, MACBETH. Macbeth killed, KILLED. killed Duncan, DUNCA. Duncan. Yes. Macbeth. Was correct spelling എഴുതിയാണ്. ഓക്കെ, അയന ഷിബു. Yes, sir. Duncan was killed by Macbeth. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത് ആരെങ്കിലും ഓരോരുത്തർ എഴുത്. അങ്ങനെ 20 പേരുള്ളൂ. 20 പേർക്ക് എഴുതാം. ഓക്കെ, പ്രിൻസി. ഓക്കെ ഓക്കെ ഓക്കെ, ഷിയ. സർ, ഇത് ഷേക്സ്പിയറിന്റെ നോവൽ ഉള്ളതാ? യെസ്, ഞാൻ ചോദിക്കാൻ പോവായിരുന്നു. ഈ കഥാപാത്രങ്ങളെ പരിചയം മാക്ബത്ത് അറിയാം, പഠിച്ചിട്ടുണ്ട് സ്കൂളില്. മാക്ബത്ത് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ. സിമ്പിൾ ആയ ചോദ്യമാണ്. ഈ മാക്ബത്ത് എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ഉത്തരം പറയേണ്ടതാണ്. ഒരു സ്ത്രീയും പുരുഷനും എടുത്തു കഴിഞ്ഞാല് ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ധൈര്യം കാണിക്കുന്ന ആരാണ്? സ്ത്രീയാണോ പുരുഷനാണോ? സ്ത്രീയാണ്. ഓ, ചാടി വീഴുന്ന എല്ലാവരും കൂടി. യെസ്, ഇതില് മാക്ബത്തിലും എന്താ രാജാവിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഡങ്കൻ രാജാവിനെ സ്കോട്ട്ലൻഡിലെ രാജാവായ ഡങ്കനെ കൊല്ലാൻ വേണ്ടിയിട്ട് മാക്ബത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്ത് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അത് സംഭവിച്ചു. അതിൽ നിന്ന് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറയാറ്. ആരാണ് കൂടുതൽ ധൈര്യം കാണിക്കുന്നത്? അതായത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് വരെ ധൈര്യം സ്ത്രീകൾക്ക്. അതായത് പ്രോത്സാഹിപ്പിക്കലാണ് ഒരു ലേഡിക്ക് ഏറ്റവും കഴിവുള്ളത്, പ്രോത്സാഹിപ്പിക്കാൻ. പക്ഷെ ആ ഒരു കുറ്റകൃത്യം ചെയ്യുക എന്നുള്ളതിൽ ചിലപ്പോ ഒരു പക്ഷെ ആണുങ്ങളായിരിക്കാം. അതൊന്നും കറക്റ്റ് ചെയ്ത് പറയാം. അതായത് ഇപ്പൊ ഭാര്യയും ഭർത്താവും സ്നേഹമൊക്കെ വിചാരിച്ചു,
രണ്ടുപേരും കൂടി യോജിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭാര്യ പറയുന്നു, ഭർത്താവ് ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോൾ ഭാര്യ മാറ്റി പറയും, വേണ്ടായിരുന്നു. അപ്പൊ ഭർത്താവ് പറയും, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോ ഞാനങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് ചെയ്യാമോ? ഞാൻ അങ്ങനെ ഇതാണ് വ്യത്യാസം. ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയം വരെ, ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു ലേഡി മാക്ബത്താണ് ധൈര്യം കാണിക്കുന്നത്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ലേഡി മാക്ബത്ത് മാനസികമായിട്ട് അപ്സെറ്റ് ആവുകയും മാക്ബത്തിന് ധൈര്യം കൊടുക്കും. കുറ്റകൃത്യം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മാക്ബത്തിനാണ് ധൈര്യം കൊടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് അതിനകത്ത് ആ നാടകത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന് മൂല്യമുള്ളത് അത് ഇന്നതാണ്. അതിന്റെ മൂല്യം അളക്കാനായിട്ടുള്ള നിയമം. ഇപ്പൊ ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ വില കൊണ്ട് നമ്മൾ അതിന്റെ മൂല്യം അളക്കും. ഷേക്സ്പിയറിന്റെ നാടകം ഉപയോഗിച്ച് മൂല്യം അളക്കുന്ന ഒരു ബുക്കുണ്ട്, പറയാമോ? എന്തുമായി ബന്ധപ്പെട്ടാണ് പറയാം? ബ്ലൂ ഐസ് ആണോ? അല്ല, അത് നമ്മളിപ്പോ സാധാരണ ഡിക്ഷണറികളൊക്കെ ഉണ്ടാവും. ഡിക്ഷണറികൾ അപ്പൊ നമ്മൾ പറയാം ചെറുതാണ് ഡിക്ഷണറി, മറ്റേത് വലുതാണ് എന്നൊക്കെ പറയാറില്ല, ചെറിയ ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പോ അതിൻ്റെ അകത്തൊരു അളവുകോലായിട്ട് പറയുന്നത് ഷേക്സ്പിയറിന്റെ എത്ര നാടകത്തിലെ വാക്കുകൾ അർത്ഥം വരാത്തുണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഷേക്സ്പിയറിന്റെ ഒരു നാടകത്തിലെ വാക്കുകൾ അർത്ഥം മുഴുവനായിട്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു ബുക്കിനേക്കാളും കുറച്ചുകൂടി മൂല്യമുള്ളതായിരിക്കും ഷേക്സ്പിയറിന്റെ 2 നാടകത്തിലുള്ള വാക്കുകൾ അർത്ഥമുള്ളത്. എന്നുവെച്ചാൽ വാക്കുകൾ ഇല്ലെന്നല്ല, അതിന്റെ മൂല്യം അങ്ങനെയാണ് എടുക്കുന്നത്. എത്ര നാടകത്തിന്റെ വേർഡ് അതിനകത്ത് നമുക്ക് മീനിങ് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അത് വിടാം. അപ്പൊ ഈ നിങ്ങൾക്ക് നല്ല ഇതുണ്ട് കേട്ടോ. മാക്ബത്ത് എന്ന് പറഞ്ഞ വാക്ക് വന്നപ്പോ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞില്ല, ഷേക്സ്പിയറിന്റെ നാടകമല്ലേ എന്ന് സൂചിപ്പിച്ചിട്ട്. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. 10ാം ക്ലാസ്സിൽ ഇത് പഠിക്കുന്നുണ്ട് നമ്മള് മാക്ബത്തിനെ. അതാണ് ഇപ്പൊ സിലബസ് മാറി വന്നിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ നമ്മള് പഠിച്ചിരുന്ന ടൈമില് ഒരു 2040-50 ഇയേഴ്സിലൊക്കെ ഇതായി. അതില് ചെറിയൊരു ഭാഗം ഉണ്ടാവും. നേരെ മറിച്ച് ഡിഗ്രിക്കൊക്കെ പഠിക്കാനുണ്ടാകുമ്പോ ഫുൾ നാടകം കൊടുക്കും. ആയിരിക്കാം. പക്ഷെ നമ്മള് ഡിഗ്രി പഠിച്ചിട്ടില്ല, നമ്മള് 10ാം ക്ലാസ്സിൽ ഇതിന്റെ ചെറിയൊരു ഭാഗമേ പഠിച്ചിട്ടുള്ളൂ. ശരി. അതിന്റെ പേര് പറഞ്ഞത് നമ്മളിപ്പോ അവിടെ പഠിക്കാൻ ചെല്ലുമ്പോ ഈ ഇംഗ്ലീഷിനോട് ഭയങ്കര താല്പര്യമുള്ള ചിലപ്പോൾ ഒരു സാറായിരിക്കും എടുക്കുന്നത്. അപ്പോ ഈ എടുക്കുന്ന സാറ് ക്ലാസ് എടുക്കുകയല്ലേ, ക്ലാസ്സിലൂടെ അഭിനയിക്കും. അപ്പൊ ആ രീതിയിലുള്ള ആ ഒരു വിഷയത്തോട് ഡെഡിക്കേഷനുള്ള അധ്യാപകനാകുമ്പോൾ അതങ്ങോട്ട് ഈ ഉൾക്കൊള്ളാൻ അവതരിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ലെവലിലോട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇതൊക്കെ നമുക്ക് റെഡിയാക്കാന്നേ. ഡോണ്ട് വറി, നമുക്ക് we will make it okay. Okay, you come to next sentence. Shyam, SHYAM, Shyam painted, PAINTED, painted a tree. എന്താണ് സാർ? ട്രീ ആണോ? Shyam, SHYAM, Shyam painted, PAINTED, painted a tree, TREE. Shyam painted a tree. Shyam എന്ത് ചെയ്തു? ഒരു ട്രീക്ക് പെയിന്റ് അടിച്ചു. യെസ്, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഓബ്ജക്റ്റ് The tree was painted by Shyam. അടുത്ത ആള്. അതിന് എഴുതിയിട്ടുണ്ട്, ലിനി എഴുതിയിട്ടുണ്ട്. അടുത്താണ് യെസ്, ഷീ എഴുതിയിട്ടുണ്ട്.
യെസ്. ഇനി ആരെങ്കിലും പ്രിൻസ് എഴുതിയിട്ടുണ്ട്? ഇനി യെസ്. അപ്പൊ ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കാം. എഴുതൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. ഞാൻ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് വെച്ച് ചെയ്തെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെയ്ത കാര്യങ്ങൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ടുഡേ ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. I cleaned my teeth. I took my bath. I prepared the food. I taught my children. I studied my notes. And I saw the TV. I watched the TV. അങ്ങനെ നിങ്ങൾക്ക് അന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ഉപയോഗിച്ചു. അതുപോലെ ഇന്ന് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ പറയും. പക്ഷെ പറയുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ പാസീവ് വോയിസിൽ പറയണം. ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയതല്ല നമ്മളെന്ന് പറയുന്നത്. അപ്പൊ ഐ കുക്ക്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അല്ല ഞാൻ പറയാം. പാസീവ് വോയിസ് വരുമ്പോ വാസ വേറെ ചെറുകണ്ടേ? ഭക്ഷണം എന്നാൽ ഇന്ന് ഉണ്ടാക്കപ്പെട്ടു. ഞാൻ വഴി ഭക്ഷണം ഉണ്ടാക്കപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ ഫുഡ് വാസ് കുക്ക്ഡ് ബൈ മീ. ഉണ്ടോ? ഇന്ന് ഞാൻ ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കപ്പെടും. വാസ് കുക്ക്ഡ് ബൈ മീ. അപ്പൊ അതേപോലെ തന്നെ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് വെച്ച് നമ്മൾ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. അതേ വാചകം തന്നെ നമുക്ക് പാസീവ് വോയിസ് പറയാം. ആദ്യം ഓബ്ജക്റ്റ് പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയുന്നു നമ്മൾ തുണി അലക്കി രാവിലെ. അപ്പോ ഐ ക്ലീൻ ക്ലോത്ത്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഡസ്റ്റ് എന്ന് പറയാം. അതിന് പാസീവ് വോയിസ് പറയാം ക്ലോത്ത്സ് വേർ ക്ലീൻഡ് ബൈ മീ. തുണിയെല്ലാം ഇന്ന് ഞാൻ മൂലം അലക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ എന്നാൽ തുണി അലക്കപ്പെട്ടു. ഞാൻ തുണി അടിക്കുന്നുള്ളത് നമ്മളൊന്ന് മാറ്റി പറയുന്നു. അതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം സിമ്പിൾ പാസ്റ്റായ വാചകം അതിന്റെ പാസീവ് വോയിസ് കൊണ്ട് പറഞ്ഞു. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. I was woke up at 6 o'clock. എടാ അതിനകത്ത് ഒരു കുഴപ്പമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒബ്ജക്റ്റ് ഏതാണ്? ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock എന്നാണ്. കേട്ടോ, ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock. അത് ഞാൻ എക്സാമ്പിൾ പറയാം. ഐ സബ്ജക്റ്റ് ആണ്. വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് വെറുപ്പാണ്. അറ്റ് 6 o'clock 6 മണിക്ക് എഴുന്നേറ്റു. അപ്പൊ നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമായിരിക്കണം ഓബ്ജക്റ്റ്. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. ഓക്കെ, എഴുന്നേറ്റു എന്നുള്ളതിനോട് നമ്മൾ ചോദിക്കുകയാണ് ആരെ എഴുന്നേറ്റു എന്ത് എഴുന്നേറ്റു ചോദിക്കുമ്പോൾ ഉത്തരവില്ല. മറിച്ച് എപ്പോൾ എഴുന്നേറ്റു എന്ന് ചോദിക്കുമ്പോൾ പറയാം നമുക്ക് 6 o'clock. എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഓബ്ജക്റ്റ് അല്ല. അത് ഓർത്തിരിക്കുക. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെ അല്ലെങ്കിൽ എന്ത്, ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓബ്ജക്റ്റ്. അപ്പോ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടു. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ വീടിന്റെ മുമ്പിൽ ഒരു യാചകൻ നിൽക്കുന്നത് കണ്ടു. അത് നമുക്ക് പറയാം ഐ സോ എ ബെഗർ. അല്ല, ഞാൻ ആരെ കണ്ടു? ഒരു യാചകനെ കണ്ടു. അതിന്റെ പാസീവ് വോയിസ് നമുക്ക് പറയാം എ ബെഗർ വാസ് സീൻ ബൈ മീ. Okay, sir. Okay. ഓക്കെ. ആരെ അല്ലെങ്കിൽ എന്തെന്ന് ചോദ്യത്തിന് ഉത്തരം ആയിരിക്കണം ഓബ്ജക്റ്റ്. എപ്പോഴെന്നോ എവിടെയെന്നോ ഉള്ളതായിരിക്കരുത്. അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞത് 6 മണിക്ക് എഴുന്നേറ്റ് 6 മണി എന്നുള്ളത് ഒബ്ജക്റ്റ് ആവുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഒന്നും തിരിച്ചു പറഞ്ഞു വയ്ക്കും. എഴുന്നേറ്റ് വന്ന് വരുമ്പോ നിങ്ങൾ കണ്ട കാര്യം, അപ്പൊ ഓബ്ജക്റ്റ് എന്ത് കണ്ടു? ഓബ്ജക്റ്റ് നമുക്ക് പറയാം. ഭക്ഷണം പാകം ചെയ്തത്, മുറ്റമടിച്ചത്, മുറി വൃത്തിയാക്കിയത്. എന്ത് വൃത്തിയാക്കി? മുറി വൃത്തിയാക്കി. വസ്ത്രമലക്കിയത്, മുടി മുറിച്ചത്. എന്ത് മുറിച്ചു? മുടി മുറിച്ചു. അല്ല, ഒബ്ജക്റ്റ് കിട്ടും. അങ്ങനെ ഒബ്ജക്റ്റ് വരാവുന്ന രീതിയിലുള്ള വാചകം നമുക്ക് ഇതിനകത്ത് പാസീവ് വോയിസ് പറയാൻ പറ്റും. കാരണം പാസീവ് വോയിസ് ചെയ്തപ്പോൾ ആദ്യം ഒബ്ജക്റ്റ് വാസ് അല്ലെങ്കിലും വേറെ വെറുതെ പാസീവ് വോയിസ് പറഞ്ഞോളൂ. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. പറയൂ. ഇന്ന് ചെയ്ത കാര്യം
Sir, Lord Krishna was prayed by me. I prayed Lord Krishna. Yes, അതിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും നമുക്ക് പോട്ടെ, നമുക്ക് പരിഹരിക്കാം. ഇത് അഷ്ടമിരോഹിണി അതുകൊണ്ട് വിട്ടു. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം വാസ് ഓർക്കുക. ഓക്കെ, അത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഐ ഡിഡ് മൈ പ്രേയേഴ്സ്, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ പ്രേയേഴ്സ് were done by me, അങ്ങനെ പറയാം. ഓക്കെ, യെസ്. അടുത്തത് നിങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോ ആദ്യം കണ്ടത് ആരെയാണ്? അത് ഓർക്കാം. അത് വെച്ചാൽ തുടങ്ങി. My dress was washed by me. By me. I washed my dress എന്നുള്ളതാണ്. My dress was washed by me. Correct ആണ്. You are right. Very good. Very good. Very good. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു, രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ ആദ്യം കണ്ടത് ആരെയാണ്? ഒരാളെ കണ്ടിട്ടുണ്ടാവില്ല, അമ്മയോ അച്ഛനോ കുട്ടികളോ ആദ്യം കണ്ടിട്ടുണ്ടാവൂല. ആ കണ്ട ആളെ വെച്ചിട്ട് പറഞ്ഞു. ആരെ കണ്ടു? അമ്മയെ കണ്ടു. അപ്പൊ പറഞ്ഞോളൂ. My mother was seen by me in the morning. Seen വേണം, seen കേട്ടാ. I was seen by my dress. Okay, seen, S-E-N കേട്ടാ. Okay, അടുത്തത്. I arranged my kitchen accessories neatly on a countertop. ഒന്നുകൂടി പറഞ്ഞേ. I arranged my kitchen accessories neatly on a countertop. Very good sentence. നല്ല long. I arranged the kitchen accessories neatly on the countertop. Kitchen. Okay, okay. പിന്നെ അത് object. Kitchen accessories were arranged neatly on a countertop by me. Very good. എന്ത് അറേഞ്ച് ചെയ്തു? കിച്ചൺ ആക്സസറീസ്. കിച്ചൺ ആക്സസറീസ് were arranged neatly by me. By me. Okay, okay. Very good, very good. Okay. സംഗതിക്ക് പോരട്ടെ. Very good. Yes. ഇന്ന് കണ്ട കാര്യം, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് പേര് കൊടുക്കും. ബിരിയാണി, അല്ലെങ്കിൽ I prepared biryani, I prepared idli, I prepared ദോശ. അപ്പൊ അത് വിഷയം ആരംഭിക്കും. എന്ത് പ്രിപ്പയർ ചെയ്തു? ദോശ ഒഴുകി ആരംഭിക്കും. ബിരിയാണി ഒഴുകി ആരംഭിക്കും. പറയാം. യെസ്, പറയൂ, ഇന്ന് നടന്ന സംഭവം. ഇവിടെ 21 പേരുള്ളിൽ 20 പേരുള്ളിൽ 1, 2, 3 പേരേ ഉള്ളൂ പ്രതികരിക്കുന്നത്. യെസ്, ഐ വാസ് പ്രിപ്പയർഡ് എ പായസം. അതിന നോക്കിയേ, ഐ പ്രിപ്പയർഡ് പായസം. ഞാൻ പായസം പ്രിപ്പയർ ചെയ്തു. എന്ത് പ്രിപ്പയർ ചെയ്തു? പായസം. അപ്പൊ പായസം എന്നുള്ള ആദ്യം പറയാം. പായസം വാസ് പ്രിപ്പയർഡ് ബൈ മീ. പായസം was prepared by me. തെറ്റിക്കൂടെ? നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ്? ഓക്കെ, നോ പ്രോബ്ലം. പറഞ്ഞുതരാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിച്ചു. നിങ്ങളുടെ പിന്നില് ഇതുമായി ബന്ധപ്പെട്ട ആൾ മതി. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണോ? നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണം. ഞാനിവിടെ ഇത് കേൾക്കും. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുന്നത് അത് ഇംഗ്ലീഷിൽ പറഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ ഓണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പറയും. തെറ്റിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പൊ ഓണത്തിന്റെ അടുത്ത് വരുമ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട ഓണ ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങളുടെ പഴയകാല ഓർമ്മകളോ ഓണത്തിന്റെ ആ ഐതിഹ്യത്തെ കുറിച്ചുള്ള കഥയോ I was stitched my gown. എന്താണ്? ഗൗൺ അല്ലേ? അതെ, ഗൗൺ. അപ്പൊ ഗൗൺ വാസ് സ്റ്റിച്ച്ഡ് ബൈ മീ. Okay, sorry. Gown was stitched. I stitched my gown. ഞാൻ എന്റെ ഗൗൺ സ്റ്റിച്ച് ചെയ്തു. എന്ത് സ്റ്റിച്ച് ചെയ്തു? ഗൗൺ. ഒബ്ജക്റ്റ് കിട്ടി. അപ്പൊ ഒബ്ജക്റ്റ് ആദ്യം
gown was stitched by me. Okay. ശരി. No problem. യെസ്. അപ്പോ അതിന്റെ ഇടയ്ക്കൊന്ന് ആലോചിച്ചോട്ടോ. ഇന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ വേറൊരു വാചകം പറയാം. She looked after LOOKED, looked after AFTER, after the baby. She looked after LOOKED, looked after the baby, BABY. Okay, അതിന്റെ പാസീവ് വോയിസ് എഴുതി. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതിനകത്ത് എവിടെയാണ് നമ്മള് Baby was looked by me. Baby was looked after by her. അതാരാ പറഞ്ഞേ? Baby was looked after by her. വൈഫ് രേഷ്മ അല്ലേ? പിന്നെ അടുത്താണ് Baby was looked after by. ഞാൻ അതിനകത്ത് ആഫ്റ്റർ മനഃപൂർവ്വം ചേർത്തതാണ്. കാരണം നിങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടതാണ്. യെസ്, നിങ്ങൾക്കറിയാവുന്ന പോലെ ചെയ്തോ, കുഴപ്പമില്ല, നമുക്ക് തിരുത്താലോ. എങ്ങനെയാണോ നിങ്ങൾക്കത് ശരിയായിട്ട് തോന്നുന്നത് പോലെ ചെയ്യും. നോക്കാം. ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്താണ് നേഷ്മ കുഴപ്പമില്ല, കറക്റ്റ് ആയിരുന്നു, വെരി ഗുഡ്. ഓക്കെ, ലുക്ക് ആഫ്റ്റർ എന്ന് വാക്കുന്നത് LOOK, ലുക്ക് ആഫ്റ്റർ. അതിന് നമ്മൾ പറയുന്ന പേര് ഫ്രേസൽ വെർബ് എന്നാണ്. ഫ്രേസൽ വെർബ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാം. എന്നാലും ഞാനിപ്പൊന്ന് സൂചിപ്പിക്കാം. ലുക്ക് എന്ന് പറയുന്ന വാക്കിനകത്ത് നാം നോക്കുക. ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയതിന് ശേഷം. ശേഷം കാഴ്ചയിൽ. ഓ, സിനിമ നമ്മുടെ ബാലചന്ദ്രമേനോട് സിനിമയാണ് പറയുന്നത്, ശേഷം കാഴ്ചയിൽ. യെസ്, ഓക്കെ. നമുക്ക് ഇത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ ഇതിന്റെ അർത്ഥം സംരക്ഷിക്കുക എന്നാണ്, പ്രൊട്ടക്ട് എന്നാണ്. നമ്മൾ ഈ രണ്ട് വാക്ക് വെച്ച് നമ്മൾ ചിന്തിക്കും. ലുക്ക് നോക്കുക, ആഫ്റ്റർ ശേഷം. അപ്പൊ നമ്മൾ ലുക്ക് ആഫ്റ്റർ നോക്കിയ ശേഷം ഒരിക്കലും വിചാരിക്കും എല്ലാം അതിനകത്ത് ഒന്നാണ് സംരക്ഷിക്കുക എന്നാണ്. അപ്പൊ ഇവിടെ നോക്കി, ഷീ അവൾ, ലുക്ക്ഡ് ആഫ്റ്റർ സംരക്ഷിച്ചു, ദ ബേബി ആ കുട്ടിയെ അവൾ സംരക്ഷിച്ചു. അപ്പൊ ലുക്ക്ഡ് ആഫ്റ്റർ എന്നുള്ളത് ഒറ്റ വാക്കായിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഇംഗ്ലീഷ് മനസ്സിലാവാത്ത മൊത്തം മണ്ടത്തര ചിന്തിക്കുക. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് റെഡിയാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ വരില്ലേ. അത് ആരായാലും അങ്ങനെ പറയുള്ളൂ, അത് പേടിക്കണ്ട, നോ പ്രോബ്ലം. നമുക്ക് ലോജിക്, നമ്മളത് ഒരു ട്രാക്കിലൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ട്. നമ്മുടെ ലോജിക്ക് വേറെയാണ്, ഇംഗ്ലീഷിന്റെ ലോജിക്ക് വേറെ. അതെ, അതൊന്നും പേടിക്കണ്ട. മേക്ക് ഇറ്റ് ക്ലിയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയും സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഇത് ഒരു വാക്കും അതിന്റെ അരികത്ത് എന്തെങ്കിലും ഒരു പ്രിപ്പോസിഷൻ, അതായത് ടു, ഇൻ, ഔട്ട് എന്ന് വരുമ്പോൾ അർത്ഥം വേറെ ഇരിക്കും. ഇപ്പൊ ഞാൻ പറയാം, എഗ്രി കഴിഞ്ഞതിന് ശേഷം വിത്തും വരും, ടൂവും വരും. എഗ്രി ടു, എഗ്രി വിത്ത്. ഇപ്പൊ ഞാൻ പറയുമ്പോ ഷീ ഒരു ഐഡിയ പറഞ്ഞു, എനിക്ക് ആ ഐഡിയ ഇഷ്ടം, പക്ഷെ ഷീയന് ഇഷ്ടമുള്ളത് വിചാരിക്കും. ഉദാഹരണം പറയുന്നുണ്ട്, ഷീയെ പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഷീയന് ഇഷ്ടമല്ലായെങ്കിൽ ഐ എഗ്രി ടു യുവർ ഐഡിയ എന്ന് പറയണം. നേരെ മറിച്ച് ഷീയെ പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഷീയന് ഇഷ്ടമാണെങ്കിൽ ഐ എഗ്രി വിത്ത് എന്ന് പറയും. അപ്പൊ വിത്ത് ഒരു വ്യക്തിയുമായിട്ടും ടു ഒരു തിങ്ങുമായിട്ടുമാണ്. എഗ്രി വിത്ത് എംബേഴ്സും ടു എ തിങ്. അങ്ങനെ ഇംഗ്ലീഷിൽ കുറെ അധികം സംഗതികൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഈ സംഗതികൾ തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് വരുമ്പോൾ
ഇംഗ്ലീഷ് പരീക്ഷയ്ക്കൊക്കെ PSC കോഴ്സിലേക്ക് വരുമ്പോൾ അവരെടുത്തിരുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവുക എഗ്രി ടു, അവിടെ എല്ലായിടത്തും നമ്മൾ ടു ആണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ അർത്ഥം കൂടി നോക്കണം. ഇത് അവന്റെ ഐഡിയയോടാണ് നമ്മൾ സമ്മതിക്കുന്നത്, അവനോടാണ് സമ്മതിക്കുന്നത്. അവനാണെങ്കിൽ അവിടെ വിത്തേ വരും, അവന്റെ ഐഡിയയോടാണെങ്കിലാണ് ടു വരുള്ളൂ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ലേറ്റർ. ഇത് നമ്മുടെ ഒരു സമയമുണ്ടല്ലോ, അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ അങ്ങനെ തെറ്റ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. അപ്പൊ സാർ ഇതിൻ്റെത് എങ്ങനെ വരിക? ഇപ്പൊ ഈ ഷീ ലുക്ക്ഡ് ആഫ്റ്റർ ദ ബേബി, ഇതിൻ്റെത് അത് ഞാൻ പറയാം, അങ്ങോട്ട് പറയണം. ഓക്കെ, ട്യൂബ് എഴുതി ഷീ ലുക്ക്ഡ് ആഫ്റ്റർ ദ ബേബി. അത് നമുക്ക് എഴുതാം. ആരെ നോക്കി? ദ ബേബിയെ നോക്കി. ദ ബേബി ഒബ്ജക്റ്റ് കിട്ടി. ഇനി വാസ് അല്ലെങ്കിൽ വേർ, അതേതാണ്? ബേബി, ഒരു ബേബിയോടൊപ്പം വാസ്. അപ്പൊ ദ ബേബി വാസ്. ലുക്ക്ഡ് ആഫ്റ്റർ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും അത് തന്നെയാണ്, ലുക്ക്ഡ് ആഫ്റ്റർ തന്നെയാണ്. അപ്പൊ ദ ബേബി വാസ് ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ഹർ. നെഷ്വയാണ് ആദ്യം ശരിയാക്കിയത്. ദ ബേബി വാസ് ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ഹർ. ഓക്കെ, അടുത്ത they, THEY, they made, MADE, made these, THESE, boats, 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 a year, YEAR, a year, ago, AGO, ago. സർ ഒന്നും കൂടെ ഞാൻ പറയാം കേട്ടോ. They, THEY, made, MADE, made these, THESE, these boats, 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 a year, YEAR, a year, ago, AGO, ago. They made these boats, ഈ ബോട്ടുകള് ഒരു വർഷം മുമ്പ് അവരുണ്ടാക്കി. They made these boats a year ago. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. These boats were made by them a year ago. നിഷ്വ. അടുത്താണ് എന്തുണ്ടാക്കി? ദീസ് ബോട്ട്സ്, അതാണ് ഒബ്ജക്റ്റ്. ബാക്കി എഴുതിക്കും. പവിത്ര ബോട്ട്സ് ആക്കിയത് BOATS. ഓക്കെ. ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദീസ് ബോട്ട്സ്. എന്തുണ്ടാക്കി? ഈ ബോട്ടുകൾ. പിന്നെ വാസനയ്ക്ക് വേറെ ചേർക്കുന്നു.
വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അയന ഷിയ വാസിലെങ്കിലും വേറെ ജൂബി ഓക്കെ റെഡി ഷിയ യെസ്. അപ്പൊ ഞാൻ ആൻസർ പറയാം. എന്തുണ്ടാക്കി ഈ ബോട്ടുകൾ? അപ്പൊ ദീസ് ബോട്ട്സ് ദീസ് ബോട്ട്സ് കഴിയുമ്പോൾ ഫ്ലോറിലാണ് വേറുള്ളത്, വാസനെങ്കിൽ വേറുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം മെയ്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും മെയ്ഡ് തരുന്നത്. മെയ്ഡ് a year ago. These boats were made a year ago by them. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണോ എന്ന് ഞാൻ മറന്നുപോയി. ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെർബ് ഏതാണ്? വാസാണ് വേറെയാണ്. ഐ കഴിഞ്ഞാലും പിന്നെ വരുന്നത് വാസാണ്. വേറെ വരില്ല. ചില സ്ഥലങ്ങളിൽ വരും. അറിയില്ല. ചില സ്ഥലങ്ങളിൽ വരുമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ സ്ഥലം എന്നറിയാമോ? അത് അറിയാൻ ഞാനിപ്പോ അത് എന്താ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആണെങ്കിലല്ലേ ചോദിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ വാസം കാര്യം പറഞ്ഞാൽ മതി. വിഷ് പറയുമ്പോ എന്തോ വിഷ് ഉണ്ടാവൂലേ? അത് വുഡ് വരുള്ളൂ. വുഡ് വെച്ചത്. ഐ വിഷ് ഐ വർ അങ്ങനെ പറയില്ല. യെസ്, അതിനകത്ത് സംഗതി കിടപ്പുണ്ട്. ഐ വിഷ് ഐ വർ. ഓക്കെ, ആ സെന്റൻസ് കൊണ്ട് പറഞ്ഞ കറക്റ്റ് ആണ് പറഞ്ഞത്. ഐ വിഷ് ഐ വർ എന്താ പറയാ? ടീച്ചർ. ഓക്കെ, അത് ഐ വേറെ പറയണ്ട. ടീച്ചർ ആവാൻ സാധ്യതയില്ലേ? ഇല്ല, സാധ്യതയില്ല സർ. അത് പറയാൻ പറ്റില്ല. അതായത് ഞാൻ പറയാം, അതായത് ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബേർഡ് ആവാന്. ഓക്കെ, വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ. അതായത് ഒരിക്കലും ഐ കഴിഞ്ഞാൽ വാസ ഉപയോഗിക്കാം. ഐ വാസ്. പക്ഷെ ഐ കഴിഞ്ഞാൽ വേറെ വരുന്നത് ഇംഗ്ലീഷിൽ അൺറിയൽ കണ്ടീഷൻ എന്ന് പറയും. അൺറിയൽ. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സത്യം. അൺറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സത്യമാവാൻ സാധ്യതയില്ലാത്ത അൺറിയൽ കണ്ടീഷൻ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമാണെങ്കിൽ ആ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഐ കഴിഞ്ഞാലും വേറെ ഉപയോഗിക്കലും വാസ് ഉപയോഗിക്കലും. എക്സാമ്പിൾ പറയാം. നേരത്തെ ഷിയ പറഞ്ഞ കറക്റ്റ് ആണ്. ഐ വിഷ് ഐ വേർ എ ബേർഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇഫ് ഐ വേർ എ ബേർഡ്. ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പക്ഷിയാവാൻ പറ്റും? ഇല്ല, നമുക്ക് അങ്ങനെ പറയാൻ ഒരിക്കലും നടക്കാൻ ഇല്ല. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായി. ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. അത് കഴിഞ്ഞ് ഇഫ് ഐ വാസ് എ ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷിയാവാൻ സാധ്യതയുണ്ടോ? അപ്പോൾ നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവങ്ങൾ പറയുമ്പോഴാണ്
ഐ കഴിഞ്ഞതിന് ശേഷം വേറെ ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ അറിഞ്ഞു പറഞ്ഞു നടക്കാൻ സാധ്യതയില്ലാത്തൊരു വാചകം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വേണ്ട എന്തൊരു കാര്യമുണ്ട് നടക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവം പറയും. അത് കഴിഞ്ഞ് ഐ കഴിഞ്ഞ വാസ് ഉപയോഗിക്കേണ്ടത് വേറെ ഉപയോഗിക്കും. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നു. ഇഫ് ഐ വേർ എ ലയൺ, ഞാനൊരു സിംഹമായിരുന്നെങ്കിൽ. If I were a lord. ഓക്കെ, അതിന്റെ സപ്പോർട്ടിന് ഞാൻ തന്നെ ചോദ്യം ചോദിക്കാണ്. ഷീ ആയിരുന്നു ലോഡെങ്കിൽ വാട്ട് യു വിൽ ഡു ഫസ്റ്റ്? ആദ്യം എന്ത് ചെയ്യുക? ഞാൻ ഇവിടുത്തെ ജാതി മത സമ്പ്രദായം എടുത്ത് കളയായിരുന്നു. അതെ, അതാണ് കൊയ്യല്ല. ലോകത്ത് ഏറ്റവും അധികം ആളുകള് സന്തോഷകരമായിട്ട് ജീവിക്കുന്ന, ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമുണ്ട്. അത് ഏതാണെന്ന് അറിയുമോ രാജ്യം? ഫിൻലാൻഡാണ്. ഫിൻലാൻഡിലാണ് ഫിൻലാൻഡ്, നെതർലാൻഡ്. ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഇത്. അപ്പൊ അവിടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ മതം എന്ന് പറയുന്ന സംഗതി ഇല്ല. എവരിബഡി ഈസ് ഫ്രീ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ജാതി സമ്പ്രദായം എടുത്ത് കളയുമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അതിനോട് ടച്ച് നിൽക്കുന്ന കാര്യം പറഞ്ഞത് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇഫ് ഐ വേർ എ ഗോഡ്, ഞാനൊരു ദൈവമായിരുന്നെങ്കിൽ, ഞാൻ ദൈവം. ഇഫ് ഐ വേർ എ ഗോഡ് വേണ്ട, ഐ വേർ ഗോഡ്, ഞാൻ ദൈവമായിരുന്നെങ്കിൽ. ഓക്കെ, അത് നടക്കാൻ സാധ്യയില്ലാത്ത കേസാണ്. അപ്പൊ നമുക്ക് ഐ കഴിഞ്ഞിട്ട് വേറെ ഉപയോഗിച്ചു. ഇനി അടുത്താണ് ഒരു സെന്റൻസ് പറയാം, ഐ കഴിഞ്ഞതിന് ശേഷം വേറെ ഉപയോഗിക്കും. If I were a judge or judiciary. അതൊക്കെ ആവാൻ സാധ്യതയില്ലേ? ഇനി അതാവാൻ ഒരു സാധ്യതയില്ല. ഒരു LLB ഒക്കെ പഠിച്ചു, വക്കീലായി, എൻറോൾ ചെയ്തു, വേണമെങ്കിൽ ഓക്കെ. അതിനെ ഇഫ് ഐ വേർ എ പ്രിൻസസ്, ഞാൻ രാജകുമാരി ആയിരുന്നെങ്കിൽ. ഓക്കെ 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 വേണമെങ്കിൽ ആവാല്ല. ശരി, ഓക്കെ. എന്റെ ഷീക്ക് നടക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഇഫ് ഐ വേർ the princess of and the Elizabeth. If I were the Queen of Elizabeth, അല്ലേ? Queen Elizabeth ആയിരുന്നെങ്കിൽ. ഓക്കെ 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 യെസ്. നമ്മുടെ flying in the sky. ഞാൻ പറക്കുകയായിരുന്നെങ്കിൽ, അല്ലേ? If I were flying in the sky. രണ്ട് വ്യൂ ഉണ്ട്, ബേർഡ്സ് ഐ വ്യൂ ആൻഡ് വേർംസ് ഐ വ്യൂ. കേട്ടിട്ടുണ്ട്? ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഫുള്ളായിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ വേർംസ് ഐ വ്യൂ എന്ന് പറയുന്നത്. മറ്റേത് ബേർഡ്സ് ഐ വ്യൂ. ഈ പറക്കുക എന്ന് പറയുന്ന പോലെ സംഭവം അത് ഞാൻ പറയാം, പിന്നെ പോട്ടെ, സമയം പോകും. അപ്പൊ അതിന്റെ പേര് നമുക്ക് ഒരു വിഷയത്തിൽ പറഞ്ഞപ്പോ അതിനോട് കണക്ട് ചെയ്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇഫ് ഐ വേർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, ഓക്കെ, ഞാൻ ആകാശത്തിലൂടെ പറക്കുകയായിരുന്നെങ്കിൽ ഐ വുഡ് സീ ദ സോറോസ് ഓഫ് ദ പീപ്പിൾ, ആളുകളുടെ ദുഃഖം ഞാൻ കാണുമായിരുന്നു. ഓക്കെ, യെസ്. സാർ എന്നാ നെക്സ്റ്റ് ക്ലാസ് ഇല്ലേ? എന്തോ നെക്സ്റ്റ് ക്ലാസ് ഇല്ലേ? നെക്സ്റ്റ് ക്ലാസ് ഇല്ല, നമുക്ക് 12 മണിയാകുമ്പോൾ ഞാൻ നിങ്ങൾ ഫ്രീ ആക്കും. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കുറച്ച് സമയം 11 മണി 11:30 ആയപ്പോ കുറച്ച് പേര് കയറിയിട്ടുണ്ട്. ആ 11:30 ആയപ്പോ കയറിയ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഫിലിം കണ്ടതിനെ കുറിച്ച് പറയാനായിട്ട് റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായില്ല? അത് 11:30 ആയപ്പോ കയറിയിട്ടുള്ള പുതിയ ആളുകളോട് ചോദിക്കുന്നു, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞില്ലേ ഫേവറേറ്റ് ഫിലിം ദാറ്റ് യു ഹാവ് സീൻ എന്ന് പറഞ്ഞില്ലേ? അറിയില്ല. ഓക്കെ 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 എനിക്ക് പറയണേ. അപ്പൊ ഐ കഴിഞ്ഞാലും വാസിന് പകരം വേറെ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് പറയാം, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്ഥാനത്താവാൻ പറ്റും. നിങ്ങളെ ജനിച്ചു, ഞാനും ജനിച്ചു. അപ്പൊ ഇഫ് ഐ വേർ ഇൻ യുവർ പ്ലേസ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. ഇഫ് ഐ വേർ ഇൻ യുവർ പ്ലേസ്. ഓക്കെ, ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ, ഞാൻ പറക്കുമായിരുന്നു. ഓക്കെ, അപ്പോ സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതുമ്പോൾ ഓബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇഫ് ഐ വേർ എ ബേബി, ഓക്കെ,
ഒരു കൊച്ചുകുട്ടി എഴുതിയത് പവിത്ര, വെരി ഗുഡ്. നമുക്ക് നഷ്ടപ്പെട്ട് ഒരിക്കലും മടക്കി കിട്ടാത്തൊരു സംഗതിയാണ് കാലം, അല്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് സംബടി SOMEBODY. ഞാനങ്ങനെ അധികം പുതിയതിലോട്ട് പോകാത്ത ആൾക്കാർ കുറവായതുകൊണ്ട് SOMEBODY. സംബടി wrote, WROT, wrote this book last year, LAST, last year, YEAR. Somebody wrote this book last year. ഈ പുസ്തകം കഴിഞ്ഞ വർഷം ആരോ എഴുതി. Somebody wrote this book last year. This book was written by somebody last year. ഒരാളെ കഴിഞ്ഞു. ഓക്കെ, അടുത്താണ്. Last year, this book was written by somebody. ഓക്കെ. നോക്ക്. എഴുതുന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ്. പറയട്ടെ, വിശ്വ അയന. ഓക്കെ, The book was written by somebody last year. ഓക്കെ, നേരത്തെ ചോദിച്ച് പറഞ്ഞ ഒരാളോട് പറയുന്നത് എപ്പോൾ എഴുതി എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് കഴിഞ്ഞ വർഷം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോൾ എന്ന് ചോദിക്കുന്നതിന് ഉത്തരം ഒബ്ജക്റ്റ് അല്ല, ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് ഒബ്ജക്റ്റ്. അപ്പൊ അത് മാറ്റി. പവിത്ര പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതൊക്കെ കറക്റ്റ് ചെയ്ത്. ഓക്കെ. വെരി ഗുഡ്. പവിത്ര, ഷിയ, ഓക്കെ. ബൈ സംബടി എന്നുള്ളത് ലാസ്റ്റ് മതി, ഏറ്റവും ഒടുവിൽ. ബൈ തുടങ്ങിയുള്ളത് ഏറ്റവും ഒടുവിൽ എഴുതാം. ബൈ എന്ന് പറഞ്ഞത് ഏജന്റ് ആണ്, അത് തുടങ്ങിയുള്ളത് ലാസ്റ്റ്. അത് വേണമെങ്കിൽ നമുക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒമിറ്റ് ദ ഏജന്റ് ഇത് ഉള്ളതാണ്. ഒമിറ്റ് മീൻസ് ഒഴിവാക്കുക. യെസ്, പ്രിൻസി. യെസ്, അടുത്താണ്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. റെഡിയാണ്. അപ്പൊ നമുക്ക് എന്റെ ആൻസർ ഞാൻ പറയാം. Somebody wrote this book last year. This book was written last year. ഇത്രയും വരെ മതി. ഈ വേണമെന്നുണ്ടെങ്കിൽ ബൈ സംബടി എന്ന് എഴുതാം, അതുള്ളൂ. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യാം കേട്ടോ. ഞാനത് മാറ്റി പറയുന്നു, സിമ്പിളായിട്ട് ചെയ്യാം. They
did not help her, HELP, help her last month. They did not help her, HELP, help her last month. ഓക്കെ, അത് നിങ്ങളുടെ ഭാവനയ്ക്ക് വിട്ടു തരികയാണ്. ഒന്ന് ചെയ്തു നോക്കാം. They did not help her last month. They did not help her last month. ജോബി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒബ്ജക്റ്റുകൾ കണ്ടിച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. She was not helped by them. ബൈക്കുള്ള കഴിഞ്ഞിട്ട് പറയാം. ഷിയുടെ കൂടെ വാസു വരും, വേറെ വരും. അത് കഴിഞ്ഞിട്ട് എഴുതിയതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നും കൂടി ആലോചിച്ചാൽ കറക്റ്റാണ്. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. ലിനി, ആ ഡിജിന്റെ അവിടെ വരുമ്പോഴാണ് കുഴപ്പം കിടക്കുന്നത്. ശരിയായി.
Keep it up. Yes. മറ്റുള്ളവര് പവിത്ര ഡിഗ്രിന്റെ അടുത്ത് വളരെ ചെറിയ മിസ്റ്റേക്ക് ഉള്ളൂ. Yes. ഓക്കെ, ഒബ്ജക്റ്റ് ഏതായിരുന്നു ലിൻസി? Yes. Okay. അപ്പൊ ഞാൻ പറയാം കേട്ടോ. They did not help her last month. അവര് അവളെ കഴിഞ്ഞ മാസം സഹായിച്ചില്ല. ആരെ സഹായിച്ചില്ല? അവളെ. അപ്പോ അവളെ ഹെയർ അതാണ് ഒബ്ജക്റ്റ്. അത് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഹെയർ എന്നുള്ളത് എന്താക്കി മാറ്റി? ഷീന്നാക്കി മാറ്റി. അത് നമ്മുടെ ഒബ്ജക്റ്റ് എഴുതി കഴിഞ്ഞു. ഇനി വേണ്ടത് വാസ് അല്ലെങ്കിൽ വേറാണ്. അപ്പൊ ഷീയുടെ കൂടെ നമ്മൾ വാസ് എന്ന് ഉപയോഗിക്കും. അപ്പൊ ഷീ വാസ്. ഓക്കെ, അപ്പൊ വാസ് അല്ലെങ്കിൽ വേറെ വാസായി. ഇനി നമുക്ക് ഈ സെന്റൻസ് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡിഡ് നോട്ട് എന്നാണ്, നെഗറ്റീവ് ആണ്. ഡിഡ് നോട്ട് ഹെൽപ്പ്. അപ്പോ ദേ സബ്ജക്റ്റ് ആണ്. ഡിഡ് നോട്ട് ഹെൽപ്പ് എന്നുള്ളതാണ് വെർബ്. ഡിഡ് നോട്ട് ഹെൽപ്പ്. ആ നോട്ട് അപ്പോ ഇതിൻ്റെ അകത്ത് കൂടി ചേർക്കുക. അപ്പൊ ഇത് വരും ഡിഡ് വരുക. ഓക്കെ ഓക്കെ ഓക്കെ, പറയാം. അത് നമ്മള് വേറൊരു കാര്യം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, നോക്കപ്പോ. അപ്പൊ എന്ത് വരും? ഷീ വാസ് നോട്ട് ഹെൽപ്ഡ്. HELPED. ഹെൽപ്ഡ് ലാസ്റ്റ് മിനിറ്റ്. ഷീ വാസ് നോട്ട് ഹെൽപ്ഡ് ലാസ്റ്റ് മിനിറ്റ്. അപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞു ഡിഡ് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ ഓർത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് വരികയാണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെന്ന് വിചാരിച്ചു കൊള്ളണം. ഡിഡ് പ്ലസ് ഗോ വെന്റ് എന്നാണ്. ഡിഡ് പ്ലസ് ടേക്ക് ടുക്ക് എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡും അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസും ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെന്ന് വിചാരിച്ചു കൊള്ളണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ദേ ഡിഡ് നോട്ട് ഹെൽപ്പ് ഹെർ ലാസ്റ്റ് മന്ത്. ഈ വാചകത്തിൽ ഡിഡ് ഉണ്ട്. ഈ വാചകത്തിൽ തന്നെ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു പ്രസന്റ് ടെൻസ് ഉണ്ട്. അപ്പൊ ഡിഡ് ഉണ്ട്, പ്രസന്റ് ടെൻസ് അത് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും അതെന്താണ്? ഹെൽപ്ഡ് എന്നാണ്. HELPED. ഹെൽപ്ഡ് എന്നാണ്. ദേ നോട്ട് ഹെൽപ്ഡ് എന്നാണ്. അത് ഡിഡ് വന്നത് കൊണ്ട് പ്രസന്റ് ടെൻസ് ആക്കിയതേ ഉള്ളൂ. അപ്പോ സിമ്പിൾ പാസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ കാരണം ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ് ദാറ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ് നമ്മൾ വിചാരിച്ചു കൊള്ളണം. They did not help her last month. അപ്പൊ അതിന്റെ ആൻസർ ഹെർ എന്നുള്ളത് നമ്മൾ എഴുതി. ഷീയുടെ കൂടെ വാസ് വരും. അത് നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് എന്നുള്ളത് നമ്മൾ ചേർത്തു. ഷീ വാസ് നോട്ട് ഹെൽപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത് ബൈ ദ. അടുത്തത് സിമ്പിൾ ആയിട്ട് വേണം ചെയ്യാം. They did not give him
give him money, M-O-N-E-Y. They did not give him money, M-O-N-E-Y. അവന് പണം കൊടുത്തില്ല. യെസ്. He was not given money by them. വിശ്വ. ശ്രീജ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച്. ഓക്കെ, ഒരു ബൈ വിട്ടുപോയിട്ടുണ്ട്. പ്രിൻസി, പവിത്ര, ശ്രീജ, ലിലി, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഏത് ആൻസർ പറയാം? They did not give him money. ഇത് രണ്ട് രീതിയിൽ എഴുതാം. അവന് പണം കൊടുത്തില്ല. ആർക്ക് കൊടുത്തില്ല? അവന്. അപ്പൊ ഹിം എന്നുള്ള ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോ അതിൽ കൂടെ വരുമ്പോ ഹി ആയി. വാസനെങ്കിൽ വരും, വാസ് വരും. ഇനി അതിൽ നോട്ട് ഉള്ളതിന്റെ പേരിൽ വാസ് നോട്ട് എന്ന്. അപ്പൊ ഹി വാസ് നോട്ട് ഗിവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗിവ്, ഗേവ്, ഗിവൺ. He was not given money by them. He was not given money by them. അങ്ങനെയും എഴുതാം. വേണമെങ്കിൽ ഇത് വേറെ രീതിയിൽ എഴുതാം. അതായത് എന്ത് കൊടുത്തില്ല? പണം കൊടുത്തില്ല. അപ്പൊ എന്തെന്നുള്ള ആൻസർ ഉണ്ട്. മണി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാം. മണി വാസ് നോട്ട് ഗിവൺ ഹിം ബൈ ദം. രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റിന്റെ ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കിയതിന് ശേഷം സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ടീച്ചർ ഇല്ല. ടീച്ചർ ഇല്ലാതിരുന്നുകൊണ്ടാണ് ഞാൻ രാവിലെ മുതൽ 12 മണി വരെ എടുത്തത്. ഇനി നിങ്ങൾ ഫ്രീ ആണ്. സോ അഷ്ടമി രോഹിണിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പോവാം. ഓക്കെ, everybody wish you all the best. Okay, we will meet in the next class. Marakanda, my favorite film. Okay. 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 Thank you, sir. Welcome. Thank you. Welcome. Okay. Yes.